മൂന്നിൽ ആര് ഇന്നറിയാം. രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ, കെ സി വേണുഗോപാൽ, ഇവരിൽ ആരായിരിക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി? ഇന്ന് തിരക്കിട്ട ചർച്ച നടക്കുകയാണ്. രാവിലെ KPCC ആസ്ഥാനത്ത് 10:30-ക്കാണ് 63 MLA-മാർ പങ്കെടുക്കുന്ന പ്രത്യേക യോഗം നടക്കുന്നത്. ഹൈക്കമാൻഡിൻ്റെ നിരീക്ഷകരായിട്ടുള്ള അജയ് മാക്കൻ, മുകുൾ വാസ്നിക് എന്നിവർ ഇന്നലെ തന്നെ തിരുവനന്തപുരത്ത് എത്തി. മുതിർന്ന നേതാവ് AK ആന്റണിയുമായി രണ്ടുപേരും സംസാരിച്ചു. അതിനുശേഷമാണ് ഇന്ന് രാവിലെ 10:30-ക്ക് നിയമസഭാ കക്ഷി യോഗം വിളിച്ചിരിക്കുന്നത്. 63 MLA-മാരുടെ യോഗമാണ് ആദ്യം ചേരുന്നത്. അതിനുശേഷം ഓരോ MLA-മാരെ വീതം ഇവർ നേരിട്ട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് കണ്ട് അഭിപ്രായം തേടും. ആരായിരിക്കും മുഖ്യമന്ത്രി എന്നതിനെ സംബന്ധിച്ച് അവരുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്ത ശേഷം അന്തിമ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് കൈമാറും. അതിനുശേഷം ഹൈക്കമാൻഡായിരിക്കും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക. ഒരുപക്ഷെ വളരെ പെട്ടെന്ന് തന്നെ, ഇന്ന് തന്നെ ഒരുപക്ഷെ തീരുമാനമാകാനാണ് സാധ്യത. ആ സാധ്യത മാത്രമേ കാണുന്നുള്ളൂ. അല്ല എങ്കിൽ ചർച്ചകൾ നീളുന്നുവെങ്കിൽ, സങ്കീർണമാകുന്നുവെങ്കിൽ, ഈ 3 പേരെയും അനുകൂലിക്കുന്നവരുടെ എണ്ണം കൂടുന്നുവെങ്കിൽ അല്ലെങ്കിൽ കുറയുന്നുവെങ്കിൽ, എന്തു തന്നെയായാലും അതുമായി ബന്ധപ്പെട്ട സങ്കീർണതകൾ കൂടുന്നുവെങ്കിൽ ആരായിരിക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ വീണ്ടും സമയമെടുക്കും. ഏതായാലും ഇന്ന് തന്നെ ഒരു ഉത്തരം ഉണ്ടാകും എന്ന് തന്നെയാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. പരസ്യമായ പ്രഖ്യാപനം ഉണ്ടായില്ല എങ്കിൽ പോലും തന്നെ ഇന്ന് രാത്രിയോടുകൂടി ആരായിരിക്കും മുഖ്യമന്ത്രി എന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തമായ ധാരണയുണ്ടാവും. കാരണം MLA-മാരെ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് ഇവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഉച്ചയോടുകൂടി MLA-മാരുടെ ഭൂരിപക്ഷം അഭിപ്രായം ആർക്കാണ് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു കൃത്യമായ ഉത്തരം ഈ 2 പേർക്കും, അജയ് മാക്കനും അതേപോലെ തന്നെ മുകുൾ വാസ്നിക്കിനും ഉണ്ടാകും. അവരത് ഹൈക്കമാൻഡിന് റിപ്പോർട്ട് ചെയ്യും. പിന്നീടായിരിക്കും അന്തിമ തീരുമാനമുണ്ടാകുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഡൽഹിയിലെത്തിയാണ് കരുനീക്കങ്ങൾ നടത്തിയത്. രമേശ് ചെന്നിത്തല ഇന്നലെ വൈകുന്നേരം തിരുവനന്തപുരത്ത് തിരിച്ചെത്തി. അതേപോലെ തന്നെ വി ഡി സതീശനെ സംബന്ധിച്ച് രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും ഡൽഹിയിലായിരുന്ന സമയത്ത് ഇവിടെ തിരുവനന്തപുരത്ത് നിന്നുകൊണ്ട് തന്നെ പരമാവധി ലോബിയിങ്, തനിക്ക് അനുകൂലമായിട്ട് MLA-മാരെ സ്വാധീനിക്കാനുള്ള തീവ്ര ശ്രമമാണ് വി ഡി സതീശൻ നടത്തിയത്. മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ടും ചില മത നേതാക്കളെ ഉപയോഗിച്ചുകൊണ്ടും സതീശൻ തനിക്ക് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ടാക്കാൻ ശ്രമിച്ചുവെങ്കിലും അതൊക്കെ തന്നെ അവസാന നിമിഷം പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. വി ഡി സതീശൻ വെച്ചിട്ടുള്ള പ്രധാനമായ ഒരു ഉപാധി എന്ന് പറയുന്നത്, നാളെ MLA-മാരെ അജയ് മാക്കനും മുകുൾ വാസ്നിക്കും ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണുമ്പോൾ ആ 2 പേരുടെ കൂട്ടത്തിൽ ദീപാദാസ് മുൻഷി ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല എന്നാണ് സതീശൻ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു നിബന്ധന. അതായത് ദീപാദാസ് മുൻഷിയെ ഒഴിവാക്കിക്കൊണ്ട് വേണം ഈ 2 പേരും MLA-മാരെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണാൻ എന്നുള്ളതാണ് സതീശൻ വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട നിബന്ധന. മാത്രമല്ല, അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ടും ചില മത നേതാക്കളെ ഉപയോഗിച്ചുകൊണ്ടും പരമാവധി തനിക്ക് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ അർത്ഥം വി ഡി സതീശനെ അനുകൂലിക്കുന്ന MLA-മാർ കോൺഗ്രസിൽ വളരെ കുറവ്, വിരലിലെണ്ണാവുന്നവർ മാത്രമേ കാണുകയുള്ളൂ എന്നുള്ള ഉത്തമ ബോധ്യം സതീശനുണ്ട്. അതുകൊണ്ടാണ് ഇത്തരമൊരു കൈവിട്ട കളിക്ക് വി ഡി സതീശൻ ഇപ്പോൾ അവസാന ഘട്ടത്തിൽ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ടും ചില മത നേതാക്കളെ ഉപയോഗിച്ചുകൊണ്ടും നടത്തുന്ന തനിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ലോബിയിങ് എന്നുള്ളത് എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ്. ഇനി നമുക്ക് ചരിത്രത്തിലേക്ക് നോക്കിയാൽ കോൺഗ്രസിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു രീതി എന്ന് പറയുന്നത്, ഈ സ്വയം പ്രഖ്യാപിത മുഖ്യമന്ത്രിമാരല്ല അവസാന റൗണ്ടിൽ മുഖ്യമന്ത്രിയാവുക എന്നുള്ളത് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. 1-2 ഉദാഹരണം പറയാം. 2018 രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റിനെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു അന്ന് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് നേരിട്ടത്. എന്നാൽ വിജയിച്ചു കഴിഞ്ഞപ്പോൾ സച്ചിൻ പൈലറ്റ് ആയിരുന്നില്ല മുഖ്യമന്ത്രി, മറിച്ച് അശോക് ഗെഹ്ലോട്ടായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നത്. 2021 പഞ്ചാബിലും സമാനമായ അവസ്ഥയുണ്ടായി. കോൺഗ്രസ് വിജയിച്ചപ്പോൾ അമരീന്ദർ സിംഗും നവജോത് സിംഗ് സിദ്ധുവും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നു. എന്നാൽ ചരൺ സിംഗ് ആയിരുന്നു അവിടുത്തെ മുഖ്യമന്ത്രിയായി അവസാന ഘട്ടത്തിലെത്തിയത്. 2022 വന്നാൽ ഹിമാചൽ പ്രദേശിലും സമാനമായ അവസ്ഥയാണ് ഉണ്ടായത്. പ്രതിഭ സിംഗിനെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എന്നാൽ പ്രതിഭ സിംഗ് ആയിരുന്നില്ല മുഖ്യമന്ത്രി, മറിച്ച് സുഖ്വിന്ദർ സിംഗ് ആയിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നത്. 2023 കർണാടകയിൽ DK ശിവകുമാറിനെ മുൻനിർത്തിയാണ് കോൺഗ്രസ്
തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എന്നാൽ DK ശിവകുമാർ ആയിരുന്നില്ല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നത്, മറിച്ച് സിദ്ധരാമയ്യയായിരുന്നു കർണാടകയിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നത്. സമാനമായ അവസ്ഥയാണ് കേരളത്തിലും നിലനിൽക്കുന്നത്. നിലവിൽ 3 പേരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ചത്. വോട്ട് പെട്ടിയിൽ ആയിക്കഴിഞ്ഞ ആ സമയം മുതൽ തന്നെ ഈ 3 പേരും, രമേശ് ചെന്നിത്തലയും VD സതീശനും KC വേണുഗോപാലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള അവകാശവാദം ഉന്നയിച്ചു. രമേശ് ചെന്നിത്തലയും VD സതീശനുമാണ് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ. എന്നാൽ മൂന്നാമതൊരാൾ വരാനുള്ള സാധ്യത ഈ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളിൽ കൂടി നോക്കിയാൽ KC വേണുഗോപാലിന് കാണാൻ കഴിയും. എന്ന് മാത്രമല്ല, ബഹുഭൂരിപക്ഷം MLA-മാരും KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നു. MP-മാരുടെ പിന്തുണയും KC വേണുഗോപാലിനുണ്ട്. ഹൈക്കമാൻഡിൻ്റെ പിന്തുണയും KC വേണുഗോപാലിന് തന്നെയാണ് എന്നാണ് ഏറ്റവും അവസാനം നമുക്ക് ലഭിക്കുന്ന വിവരം. അത്തരത്തിൽ KC വേണുഗോപാലിന് അനുകൂലമായ ഘടകങ്ങളാണ് എല്ലാ തരത്തിൽ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുക. അതുകൊണ്ട് നാളത്തെ MLA-മാരെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണുന്ന ആ ഒരു പ്രോസസ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ KC വേണുഗോപാലിന് അനുകൂലമായിട്ടാണ് ബഹുഭൂരിപക്ഷം MLA-മാരും അജയ് മാക്കന് മുന്നിലും മുകുൾ വാസനിക്കിന് മുന്നിലും തങ്ങളുടെ നിലപാട് അറിയിക്കുന്നതെങ്കിൽ തീർച്ചയായും KC വേണുഗോപാൽ തന്നെയായിരിക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.